മച്ചാനെ, ലോകത്തിൽ തന്നെ ഇങ്ങനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആദ്യത്തെ ആള് നീ ആയിരിക്കൂടാ. ഇത് നമ്മൾ പെരുന്നാൾ പോലെ ആഘോഷിക്കണം. അപ്പോ ജോലി കിട്ടി. ഞാൻ സംസാരിക്കുന്ന കേട്ടില്ലേ? അവിടെ ചുമരും എന്ത് കുത്തി കുറിച്ചോണ്ടിരിക്കുക. അളിയ, ഇതാരാന്നറിയോ നിനക്ക്? ആരാ? ചത്തുപോയെന്നെ അമ്മൂമ്മേ? അല്ല അളിയ, എന്റെ ദേവതയാ. നിനക്ക് ആ പെണ്ണിനോട് എന്തിനാണ് ഇത്ര ദേഷ്യം? എന്തൊരു മോശമായിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അമ്പലമുറ്റത്തിരിക്കുന്ന ഒരുമാതിരി പിച്ചക്കാരുടെ പോലെയുണ്ട്. പോട്ടെ, ആ പെങ്കൊച്ചെന്നെ പ്രേമിക്കുന്നുണ്ടോ? അറിയില്ലടാ. അറിയില്ലേ? മേ ബി ഈ ആർട്ട് കണ്ടതിന് ശേഷം എന്നോട് പ്രണയം തോന്നിയേക്കാം. ഈ ആർട്ട് കണ്ട അവൾക്ക് പ്രണയം തോന്നില്ല, ചിലപ്പോ നെഞ്ചുവേദന തോന്നുമായിരിക്കും. ദയവേത് ഈ വൃത്തിയോടൊന്നും കാണിക്കാൻ നിൽക്കല്ലേ. നിന്റെ മുഖം റോട്ടിലിട്ട് ഉറച്ച് നിന്റെ രൂപം മാറ്റി കളയോളൂ. ആ പെങ്കൊച്ചിന് നിന്നെ ഇഷ്ടമാണോ എന്ന് അറിഞ്ഞിട്ട് പ്രേമിച്ചാ പോരടാ. പെൺകുട്ടികളെ പ്രേമിച്ചാൽ മാത്രമേ അവരെ പ്രേമിക്കാൻ പാടുള്ളൂ എന്ന് റൂളൊന്നും ഇല്ലല്ലോ. പൊന്നു മോനെ, ഞാനിപ്പോ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. പുലിക്ക് മുന്നാലെ പോകുന്ന മാനും പെണ്ണിന്റെ പിന്നാലെ പോകുന്ന ആണും രണ്ടുപേരും ജീവിതത്തിൽ സമാധാനമായിട്ട് ജീവിച്ചിട്ടില്ല. ഞാനും ആദ്യം നിന്നെ പോലെ തന്നെ വിചാരിച്ചേ. കാലത്ത് എന്റെ മുഖത്ത് നോക്കി അവള് ചിരിച്ചപ്പോഴേ 6 ഫുള്ള് വിത്ത് സൈഡ് ഡിഷ് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നി. അല്ലെങ്കിലും ഫ്രീ ആയാലും കുടിക്കുന്നത്. ശരി, അവളെ കണ്ടു, പ്രേമിച്ചു, ഓക്കെ. പക്ഷെ ഇത്രയും വലിയ സിറ്റിയിൽ അവളുടെ കോണ്ടാക്ട് നമ്പർ ഇല്ലാതെ, അവൾ എവിടെയാണെന്നറിയാതെ നീ അവളുടെ അടുത്ത് എങ്ങനെ പോകുന്ന? നിന്റെ സുഹൃത്തായി പോയെന്ന തെറ്റിന്റെ പേരില് ഈ നാട്ടില് മൊത്തം അലഞ്ഞ് ഞാൻ അവളെ കണ്ടുപിടിക്കണമല്ലടാ. നീ അത്രയ്ക്ക് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവളെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാം. ഒറ്റ മിനിറ്റ്, ഈ ഐബ്രോസ് ഒന്ന് ശരിയാക്ക്. ശരിയാക്ക്. ഇങ്ങനെ ചുവരിൽ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടാലേ നിന്റെ അപ്പൻ്റെ കാലത്ത് തന്നെ തെറിയേക്കും. എക്സ്ക്യൂസ് മീ, ഞാൻ അവളോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. കോണ്ടാക്ട് നമ്പർ ഇല്ല, പിന്നെ എങ്ങനെ സംസാരിക്കുന്ന? എനിക്ക് ഇപ്പോഴൊന്നും കല്യാണം വേണ്ട അച്ഛാ. ആദ്യം ഞാനൊരു ജോലി കണ്ടുപിടിക്കട്ടെ. ഓക്കെ, നിന്റെ ആഗ്രഹം ജോലിക്ക് പോകാനായിരിക്കും. ഞങ്ങളുടെ ആഗ്രഹം നീ ഒരു കല്യാണം കഴിച്ച് കാണാനാ. ഞങ്ങളുടെ അവസ്ഥ മനസ്സിലായി. അച്ഛാ ഒരു മിനിറ്റ്. ഇത് ആരുടെ മൊബൈലായി റിങ് ചെയ്യുന്നേ? ഇത് ആരുടെ ഫോണാ? ഹായ്, എന്തൊക്കെയുണ്ട്? നിങ്ങളാരാ? ഐ എം ധോണി. ആ മൊബൈല് അതെന്റെയാ. അത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നേ? ഇതെന്താ ഞാൻ എടുത്തോണ്ട് പോയ പോലെ ചോദിക്കുന്നേ? എനിക്കെങ്ങനെ അറിയാനാ? നിങ്ങൾ രാവിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫോറിൻ ലോഡ്ജിൽ എങ്ങനെ വന്നിരുന്നോ? ഇല്ലല്ലോ. മഹാബലിപുരത്ത് സ്കൾപ്ചേഴ്സ് എന്തെങ്കിലും കാണാൻ വേണ്ടി പോയിരുന്നോ നിങ്ങൾ? ഇല്ല. പിന്നെ എങ്ങോട്ടാ പോയെന്ന് പറ. രാവിലെ 25G ബസ്സിൽ ഞാൻ പോയിരുന്നു. 25Gയാ? ഞാനും ആ ബസ്സിലുണ്ടായിരുന്നേ. എനിവേ, ഈ ഫോൺ മൂലം നമുക്ക് രണ്ടുപേർക്കും പരിചയപ്പെടാൻ സാധിച്ചാല് വലിയ സന്തോഷം. നിങ്ങൾ എന്താ പറയുന്നേ? നിങ്ങളൊരു മോഷ്ടാവായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഫോൺ പണയത്തിൽ വെച്ച് കള്ളു കുടിച്ചേനെ. ഫോൺ വിറ്റ് കള്ളു കുടിക്കാതെ നിങ്ങൾ എന്നോട് സംസാരിച്ചില്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഒരു നല്ല ആളാണ്. ഓക്കെ, രാവിലെ 10 മണിക്ക് വന്ന് വാങ്ങിക്കാൻ പറ്റുമോ? ഓക്കെ. 10 മണിക്ക്? ആ നേരത്തെ കിടന്ന് ഉറങ്ങുമായിരിക്കുമല്ലോ ഞാൻ. മാഡം, എനിക്ക് 10 മണിക്ക് ഫോറിൻ ഡെലിഗേറ്റ്സുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഈവനിങ് 5 മണിക്ക് ഞാൻ ബീച്ചില് യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. നമുക്ക് അവിടെ വെച്ച് കണ്ടാ പോരെ? അപ്പൊ അങ്ങോട്ട് വരാം ഞാൻ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങളുടെ പേരെന്താന്ന് പറയാവോ? സീതേ. നാളെ വൈകുന്നേരം 5 മണിക്ക് നമ്മൾ ബീച്ചിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ബൈ. അളിയ, എന്റെ ആളുടെ പേര് സീതാന്ന്. സീതയോ സുന്ദരിക്കോതെ എന്തെങ്കിലും ആവട്ടെ, അത് വിട്. ഈ കാലത്തൊരു പെങ്കുച്ചിന്റെ നമ്പർ കിട്ടുന്നത് 10ാം ക്ലാസ് തോറ്റവന് ഗവൺമെന്റ് ജോലി കിട്ടുന്നതിനേക്കാൾ കഷ്ടം. നിനക്ക് എങ്ങനെ കിട്ടിയെന്ന് പറ. അളിയ, അവരുടെ നമ്പർ വാങ്ങിക്കാനുള്ള പ്രയാസം. നമുക്കറിയാവുന്ന നമ്പറിലേക്ക് ഫോൺ ചെയ്യുന്ന ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ല? അത് പിന്നെ എന്റെ ഏറ്റവും നല്ല സുഹൃത്തിന്റെ മൊബൈല് അവൻ പോലും അറിയാതെ എടുത്ത് അവളുടെ ബാഗിനകത്ത് കിട്ടും. സൂപ്പർ ഐഡിയ അല്ലേ? നിനക്കൊക്കെ നല്ലൊരു സുഹൃത്തോ. ഏത് പൊട്ടനാണത്? യു. അപ്പൊ നീ കൊണ്ടിട്ടത് എന്റെ ഫോണാണോ? എന്റെ ഫോൺ എന്തിനാണ് കൊടുത്തത്? അളിയ, എന്റെ ഫോൺ കളഞ്ഞു പോയാ എന്റെ അച്ഛനെ വഴക്കു പറയടാ. നിനക്കറിയില്ലേ? അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റാ. അതൊക്കെ പോട്ടെ, നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാന്ന് പറഞ്ഞു. വരുമായിരിക്കും അല്ലേ? സീത, മറക്കാതെ വന്നേക്കണേ സീതേ. ഇതാരത് എന്നെ വിളിക്കുന്നത്? വീട് കണ്ടിട്ടുണ്ടല്ലോ. നിന്റെയൊക്കെ ഈ കാട്ടായം കണ്ടാൽ തന്നെ അറിയാം ഒരു ഗുണമില്ലാത്തവന്മാരാണെന്ന്. പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ ആവശ്യമില്ലാത്ത ആക്ഷൻ ഒക്കെ കാണിക്കുന്നത്? നമസ്കാരം മാഡം, നിങ്ങളാരാ? ഞാനാണ് ഈ ഏരിയയിലെ കൗൺസിലർ. എന്നെന്തിനാ മാഡം തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ്? തട്ടിക്കൊണ്ടുവന്നാണോ? കൂട്ടിക്കൊണ്ടുവരാനാണല്ലോ പറഞ്ഞ്. ബ്രോ, നിങ്ങൾ അവിടെ ഇരിക്കു ബ്രോ. എന്താ? ഞാൻ നിങ്ങൾക്ക് ബ്രദറാ? അതെന്തേലും ആവട്ടെ, ഞാൻ വലിയ കൗൺസിലർ ആണെങ്കിലും ഭയങ്കര ഓപ്പൺ ടൈപ്പാ. എന്താണെങ്കിലും ഡയറക്റ്റ് ഡീലിംഗാ. പക്ഷേ ഈ വിഷയത്തിൽ മാത്രം
എനിക്ക് അവന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല ബ്രോ. നാണം വരിക. അല്ല ബ്രോ, ഇതായിരിക്കും ഈ ലവ്. ലവോ? യെസ് ബ്രോ, ഐ ആം ഇൻ ലവ്. എന്ത് പറ്റി ലവ് ഈ ലോണ്ടറി തുണിമാർ ഇത്രയും ലേറ്റ് ആയിട്ട് വന്നത്? ഏത് പ്രേമത്തിലാണെങ്കിലും ദൂതനില്ലാതെ അത് സക്സസ് ആവില്ല. അത് മാത്രല്ല, അവൻ നീ പറഞ്ഞ സമ്മതിക്കാതിരിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രണയപ്രാവ് നിങ്ങളാ. പ്രണയപ്രാവോ? അതുപോട്ടെ, നിങ്ങൾക്ക് പ്രേമം തോന്നിയ ആ ആളാരെ? യുവർ ഫ്രണ്ട് മിസ്റ്റർ റാം. എന്താ രാമോ? യെസ്, അദ്ദേഹം ആദ്യമായിട്ട് എന്റെ ബോഡിയിൽ ടച്ച് ചെയ്തപ്പോ ഏ. ആ നിമിഷം ലവ് സ്റ്റാർട്ടായി. ഉം. കുളിക്കാൻ പോയി കഴിഞ്ഞാ ബാത്റൂമിലെ ബക്കറ്റ് പോലും അവരെ കാണുന്നേ. ഭക്ഷണം കഴിക്കാൻ പോയാ ചപ്പാത്തിയിലും അവന്റെ മുഖമാ. 2 ദിവസം അത് മാറ്റി ദോശ തന്നാ മതി, എല്ലാം ശരിയായിക്കോളും. കളിയാക്കാതെ ബ്രോ. ലവ് ഫീലിങ്സ് ഒന്ന് മനസ്സിലാക്കണ്ടേ ബ്രോ? ലവ് ഫീലിംഗിൽ ഇപ്പൊ മദ്യം കുടിക്കാനും തുടങ്ങിയല്ലേ? ഇത് നിങ്ങക്കാ. Damn it. എന്താ എന്നെ വിലക്ക് വാങ്ങാന്ന് കരുതിയല്ലേ? എന്റെ സന്തോഷത്തിന് വേണ്ടി അവന്റെ സന്തോഷം ഞാൻ കളയത്തില്ല. ഞാൻ കാശിനായി കൂടെ നിൽക്കുന്നവനല്ല, സ്നേഹത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നവനാ. ഓ ഗുഡ് ബൈ. ബ്രോ. എല്ലാം ഓക്കെയാ, വയസ്സാണ് കുറച്ച് പ്രശ്നം. അവൻ 25, നിങ്ങൾക്ക് 45, നിങ്ങൾക്ക് 35. ആ വിട്ടുകള പെങ്ങളെ. പ്രണയത്തിൽ എന്താ പൈസ ആണ് പ്രധാനം, മനസ്സല്ല പ്രധാനം. ബ്രോ, അവൻ ഏതൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കില്ലാത്തത് എന്താ ആ പെണ്ണിനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടേന്നേ. നിങ്ങൾക്കുള്ള ഈ പല്ല ആ പെൺകൊച്ചിനുണ്ടാവോ? ലെയ്തി കൊടുത്ത് പണിയിപ്പിച്ച പോലെ ദീ ലെങ്തി കിടക്കല്ലേ. ഇത് കണ്ട അവനെ പ്രേമിക്കാതിരിക്കാൻ പറ്റത്തില്ല. എനിവേ, അവന്റെ ആ പ്രേമം, ആ ബന്ധം നിർത്തുക എന്നുള്ളതാ നിങ്ങളുടെ ആദ്യത്തെ ജോലി. ആണോ? ഇപ്പൊ ശരിയാക്കി തരാം. ആ ഫോണൊന്ന് ഇങ്ങോട്ട് എടുത്ത്. ടേക്ക് ഇറ്റ്. ഹലോ, ഞാൻ റാമിന്റെ ഫ്രണ്ടാ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. താനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഫോണിലാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഫോട്ടോസ് നോക്ക്, അപ്പൊ മനസ്സിലാവും. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? ഇയാളോ? എങ്ങനെയാ ഇവന്റെ ഫോൺ നമ്മുടെ ബാഗിൽ വന്നേന്ന് ആലോചിക്കാൻ? അതങ്ങനെ അറിയാതെ വന്നൊന്നുമല്ല, പ്ലാൻ ചെയ്ത് കൊണ്ടിട്ടതാ. ഇനി ഒരു ഫോട്ടോ ഒന്ന് മാറ്റി വെക്കേ, അപ്പൊ എന്റെ ഫ്രണ്ടിനെ കാണാം. അവൻ തന്നെയാ പ്ലാൻ ചെയ്ത് എന്റെ ഫോൺ നിന്റെ ബാഗിൽ ഇട്ടത്. അവനെന്തിനാ ഫോൺ എന്റെ ബാഗിലിടുന്നേ? കാരണം അവൻ നിന്നെ പ്രേമിക്കുന്നുണ്ട്. നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള ഊളത്തരങ്ങളൊക്കെ കുറെ കാണിക്കും. ഒരുപാട് പെൺപിള്ളേരെ ടൈം പാസിന് വേണ്ടി ഇതുപോലെ ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ ഇപ്പൊ നീ ഒരാളാ. എയർപോർട്ടിന്റെ കാര്യം, ബിസിനസിന്റെ കാര്യം, അങ്ങനെ എല്ലാം നുണ മാത്രമേ പറയുള്ളൂ. 5 പൈസയുടെ ഗുണമില്ലാത്ത ഒരുത്തനാവൻ. അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തുന്നല്ലാതെ ഫോൺ വാങ്ങാൻ പോകുന്നില്ല. തന്നെ കണ്ടിട്ട് ശരിക്കും എന്റെ സിസ്റ്ററെ പോലെ തന്നെ ഉണ്ട്. സിസ്റ്ററാണോ ഫ്രണ്ടാണോ ഒന്ന് ചിന്തിച്ചപ്പോ സിസ്റ്റർ മതിയെന്ന് തോന്നി. അതുകൊണ്ട് എല്ലാ സത്യവും ഞാൻ തന്നോട് പറഞ്ഞേ. സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണേ മോളെ. ബൈ. ഇപ്പൊ അവനെ വിളിക്കട്ടെ. ഹലോ ഫ്രണ്ട്. പറയടാ, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരുന്നേ. ചെയ്തൊന്നും വർക്കൗട്ട് ആയില്ലടാ. ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി നാളെ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? ആ ശരി, കാണാം. നിങ്ങൾ എനിക്ക് തന്ന ജോലി വൃത്തിയായി തീർത്തിട്ടുണ്ട്. ബ്രോ, ഇനി നിങ്ങളുടെ ജോലി സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം. ജോലി എന്താ? ആദ്യം അരിച്ചാക്ക് പോലെ ഇരിക്കുന്ന കിളവന്മാരെ കൊണ്ട് ചേച്ചിന്ന് വിളിക്കുന്ന വിളി ഒന്ന് നിർത്തിക്കണം. അത് മാത്രമല്ല, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, നിങ്ങളുടെ ഗെറ്റപ്പ്, നിങ്ങളുടെ കോസ്റ്റ്യൂം 3 മാറ്റേണ്ടി വരും. ഓക്കേ? ഓക്കെ.